സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത്. 12 അംഗങ്ങളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുവാൻ ഇന്ത്യയുടെ പ്രസിഡന്റിന് സാധിക്കും. കല, സാഹിത്യം, സാമൂഹ്യ പ്രവർത്തനം എന്നിവയിൽ മികവ് പ്രകടിപ്പിക്കുന്നവരെയാണ് ഇതിന് പരിഗണിക്കുക. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനും മികച്ച സംഘടനാ കാര്യകർത്താവും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ഉപാധ്യക്ഷനുമായ സദാനന്ദൻ മാസ്റ്ററുടെ ഈ നിയമത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞത്, സദാനന്ദൻ മാസ്റ്റർ അനീതിക്ക് മുമ്പിൽ തല കുനിക്കാത്ത ധൈര്യത്തിന്റെ പ്രതിരൂപമാണെന്നാണ്. രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ 1994 ജനുവരി 25-ന് കമ്മ്യൂണിസ്റ്റുകാർ വെട്ടിയെറിഞ്ഞ 2 കാലുകളുമായി വിശ്വസിക്കുന്ന ആദർശത്തിലൂടെ തന്നെ വീണ്ടും നടന്ന സദാനന്ദൻ മാസ്റ്റർക്ക് ഈ സ്ഥാനം പൂർണ്ണമായും അർഹതപ്പെട്ടതു തന്നെയാണ്. സഹോദരിയുടെ വിവാഹ നിശ്ചയത്തിന് ബന്ധുക്കളെ ക്ഷണിക്കുവാൻ പോയി ബസ്സിൽ ഉരുവച്ചാൽ എന്ന സ്ഥലത്ത് രാത്രി 8 മണിയോടെ ഇറങ്ങിയ സദാനന്ദൻ മാസ്റ്ററെ 8 പേരടങ്ങുന്ന സംഘം തടഞ്ഞു നിർത്തി കയ്യും കാലും വരിഞ്ഞു മുറുക്കി റോഡിൽ കിടത്തിയ ശേഷം മഴു ഉപയോഗിച്ച് മുട്ടിന് കീഴെ 2 കാലുകളും വെട്ടിമാറ്റുകയും ആ ഭാഗം അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത രാഷ്ട്രീയ ഭീകരവാദികൾ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ മറക്കാനാവാത്ത കളങ്കമാണ് അന്ന് എഴുതി ചേർത്തത്. അന്ന് അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നു പ്രായം. ഈ കൊടും ക്രൂരത ചെയ്ത ശ്രീധരൻ, ബാലൻ തുടങ്ങിയ 8 പേരെയും അദ്ദേഹത്തിന് പരിചയമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അന്ധമായ രാഷ്ട്രീയ വൈര്യം ഒരാളെ എത്രമാത്രം അപകടകാരിയാക്കാമെന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. കമ്മ്യൂണിസ്റ്റ് ക്രൂരതയുടെ ജീവിക്കുന്ന പ്രതീകമായി മാറിയ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും ഈ കൊടും ക്രൂരത സഭയിൽ ചർച്ചയാവാതിരിക്കില്ല. സഭയിലെ ബ്രിട്ടാസ് തുടങ്ങിയ CPM അംഗങ്ങൾക്ക് മുമ്പിൽ സദാനന്ദൻ മാസ്റ്റർ ഒരു ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുമെന്ന് ഉറപ്പാണ്. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ മനുഷ്യന്റെ കാലുകൾ വെട്ടിമാറ്റിയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭീകരതയും ആദർശ പാപ്പരത്വവും നിരന്തരമായി ചർച്ച ചെയ്യപ്പെടും. സദാനന്ദൻ മാസ്റ്റർ ചെയ്ത കുറ്റം എന്താണെന്ന് നോക്കിയാൽ അദ്ദേഹം കമ്മ്യൂണിസത്തിന്റെ മറുചേരിയിലുള്ള ആശയത്തിൽ പ്രവർത്തിക്കുകയും അത് ബഹുജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തു എന്നുള്ളത് മാത്രമാണ്. 1983-ൽ RSSൽ ചേർന്ന് പ്രവർത്തനം തുടങ്ങിയ സദാനന്ദൻ മാസ്റ്റർ പ്രവർത്തന ശൈലി തങ്ങളുടെ ആദർശത്തിന് വിരുദ്ധമാണ് എന്ന് കണ്ട് കമ്മ്യൂണിസ്റ്റുകാർ അദ്ദേഹത്തിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുവാൻ വേണ്ടി തന്നെയാണ് ഈ ക്രൂരത കാട്ടിയത്. കാലുകൾ വെട്ടിമാറ്റുകയും തലയിൽ വെട്ടി പരിക്കേൽപ്പിക്കുകയും ചെയ്ത ശേഷം വെട്ടിമാറ്റിയ കാൽ പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത അക്രമി സംഘം സംഭവ സ്ഥലത്ത് ബോംബെറിയാനും മടിച്ചില്ല. രാഷ്ട്രീയം ആദർശങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. 1968-ൽ കൊല്ലപ്പെട്ട വാടിക്കൽ രാമകൃഷ്ണൻ മുതൽ നിരവധി പേരാണ് രാഷ്ട്രീയ കേരളത്തിൽ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ പേരിൽ ജീവൻ വെടിഞ്ഞിട്ടുള്ളത്. കൃത്രിമ കാലുകളുമായി ജീവിതം തുടർന്ന് സദാനന്ദൻ എന്ന കണ്ണൂർ, മട്ടന്നൂർ, പെരിഞ്ചേരി സ്വദേശിയും തൃശൂർ പേരാമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത അധ്യാപകനുമായ സദാനന്ദൻ മാസ്റ്റർ ഒരു പ്രതീകമാണ് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് മാത്രമാണ്.